എന്താടാ? ഞങ്ങൾ കളിക്കാൻ പോട്ടെ അമ്മേ. ഇപ്പൊ തന്നെ ഒത്തിരി താമസിച്ചു. അതിന് അപ്പു എത്തിയില്ലല്ലോ. എത്തിയോ? കളിക്കാൻ പോകുന്നതൊക്കെ കൊള്ളാം, പക്ഷെ കഴിക്കാൻ നേരത്തെ ഇങ്ങ് എത്തിക്കോണം. അവര് കളിച്ചോട്ടെ, കുട്ടികളല്ലേ. ആ, ഒത്തിരി ദൂരത്തോട്ടൊന്നും പോകരുത് കേട്ടോ. ഒരു നിമിഷം. നിക്ക് ഒന്ന് നിക്ക്. ശരി, എറിഞ്ഞോ? ദാ പിടിച്ചോ. അയ്യോ കണ്ടൻ. അപ്പോ ഓടിക്കോ. അയ്യോ അമ്മേ. നിന്നെ ഞാനിന്ന് ശരിയാക്കി തരാം. അയ്യോ അപ്പോ, അയ്യോ രക്ഷിക്കണേ അമ്മേ. ഈ പരുന്ത് ഇത് എവിടെ നിന്ന് വന്നു? ഇനി അപ്പൂനെ കൊണ്ട് പോവോ? വേണ്ട, ആ കുഞ്ഞിനെ വെറുതെ വിട്. നീ ആരാടാ എന്നെ തടയാൻ? അവനെ വിടാനല്ലേ പറഞ്ഞത്? അത്രയ്ക്കായോ? അയ്യോ എന്റെ തല. ഇനി സഹായിച്ചില്ലെങ്കിൽ അപ്പൂനെ ആ പരുന്ത് കൊണ്ടുപോകും. കാത്തു, അപ്പൂനെ വിട്ടുകൊടുക്കരുത്. അയ്യോ. അപ്പൂ, അയ്യോ കാത്തു, എന്റെ അപ്പൂനെ വിട് വിട്. ആഹാ, എന്നാ നീയും പോന്നോ? അയ്യോ അമ്മേ. ആരെയും കാണുന്നില്ലല്ലോ. ദേ നോക്ക്. കണ്ടൻ. അയ്യോ. അപ്പൂൻ ചേച്ചിയും എവിടെ? നമുക്ക് നോക്കാന്ന്. ചിലപ്പോ ചേച്ചി അപ്പും കൂടി വേറെ എവിടെയെങ്കിലും കളിക്കാൻ പോയി കാണും. ആ ശരിയാ, അവരെപ്പോഴും അങ്ങനെ, നമ്മളെ ഒന്നിനും കൂട്ടില്ല. ശരിയാ കിട്ടൂ. എന്നാ പിന്നെ ഞാൻ പോവാ. അപ്പോ ഈ പരുന്ത് ഏതായാലും നമ്മളെ കൊല്ലും. രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? എനിക്കറിയില്ല കാത്തു, എനിക്ക് പേടിയാകുന്നു. നമുക്ക് താഴേക്കൊന്ന് ചാടി നോക്കിയാലോ അപ്പു? ചിലപ്പോ രക്ഷപ്പെട്ടാലോ?
ഇത്രയും ഉയരത്തിന്നോ? എനിക്ക് പേടിയോ. എനിക്ക് ഇനി ഇങ്ങനെ തൂങ്ങിക്കിടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അപ്പു. കൈ വല്ലാതെ കുഴയുന്നു. നീ ആ പരുന്തിന്റെ കാലൊരു കടി കൊടുക്ക്. അയ്യോ, എനിക്ക് വയ്യ. ഈ പരുന്തെന്നെ കൊത്തും. എന്നാ ഞാൻ കടിക്കാം. അയ്യോ, അമ്മേ! അപ്പൂ! കാത്തു! നിന്നെ അങ്ങനെ വിടാൻ പറ്റോ? അയ്യോ അമ്മേ! അമ്മേ! അയ്യോ! അഹങ്കാരികൾ, എന്നോടാ കളി. മക്കളെ, കണ്ണു തുറക്ക്. ദാ അമ്മ എന്താ കൊണ്ടുവന്നെന്ന് നോക്ക്. എവിടെ അമ്മേ? ഹായ് ഹായ്. എന്നാ അമ്മ പോയിട്ട് വരാം. ആ ശരി അമ്മേ. അയ്യോ കാത്തു! അപ്പൂ! കാത്തു പിടിച്ചോ! അപ്പൂ! അയ്യോ കാത്തു! കാത്തു! കുട്ടിക്കുറുമ്പി, കുഞ്ഞിക്കുറുഞ്ഞി, കനവാകെ നിറയും കാത്തു, കളിയാടാനണയൂ വേഗം, കുളിരായി നിറയൂ കാത്തു, മനമാകെ അഴകേ വേഗം, കനവാകെ നിറയും കാത്തു, കളിയാടാനണയൂ വേഗം, കുളിരായി നിറയൂ കാത്തു, മനമാകെ അഴകേ വേഗം. അമ്മ തൻ മുത്താണ് നീ, അച്ഛനു തേനാണ് നീ, കുഞ്ചും കുരുന്നല്ലേ നീ, ആരും കൊതിക്കുകില്ലേ. അമ്മ തൻ മുത്താണ് നീ, അച്ഛനു തേനാണ് നീ, കുഞ്ചും കുരുന്നല്ലേ നീ, ആരും കൊതിക്കുകില്ലേ. കനവാകെ നിറയും കാത്തു, കളിയാടാനണയൂ വേഗം, കുളിരായി നിറയൂ കാത്തു, മനമാകെ അഴകേ വേഗം.
അപ്പന് ചങ്കാണ് നീ, പിരിയാത്ത കൂട്ടാണ് നീ, ഉള്ളിൽ തുളുമ്പും ഇഷ്ടം പൂന്തേൻ മധുരമല്ലേ. അപ്പന് ചങ്കാണ് നീ, പിരിയാത്ത കൂട്ടാണ് നീ, ഉള്ളിൽ തുളുമ്പും ഇഷ്ടം പൂന്തേൻ മധുരമല്ലേ. കനവാകെ നിറയും കാത്തു കളിയാടാൻ അണയൂ വേഗം, കുളിരായി നിറയൂ കാത്തു മനമാകെ അഴകേ വേഗം. കനിവിൻ മൊഴിയാണ് നീ, തെളിയും മനസ്സാണ് നീ, തുള്ളും കുസൃതിയല്ലേ, തീരാത്തൊരിഷ്ടമല്ലേ. കനിവിൻ മൊഴിയാണ് നീ, തെളിയും മനസ്സാണ് നീ, തുള്ളും കുസൃതിയല്ലേ, തീരാത്തൊരിഷ്ടമല്ലേ. കനവാകെ നിറയും കാത്തു കളിയാടാൻ അണയൂ വേഗം, കുളിരായി നിറയൂ കാത്തു മനമാകെ അഴകേ വേഗം. കനവാകെ നിറയും കാത്തു കളിയാടാൻ അണയൂ വേഗം, കുളിരായി നിറയൂ കാത്തു മനമാകെ അഴകേ വേഗം. ലല്ലലലാലാലാലാ, 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 കാത്തു, ദേ മഴയത്ത് കളിക്കണ്ടാട്ടോ, നനയും. ഹോ, എല്ലാ രസവും പോയി. ഹേ, അയ്യോ അമ്മേ, അമ്മേ. കാത്തു, നമ്മൾ എവിടെയാ? അറിയില്ല. പക്ഷേ നീ ഇവിടെ എങ്ങനെ എത്തി? ഞാനല്ലേ താഴേക്ക് വീണത്. നീ വീണത് കണ്ടപ്പോ രക്ഷിക്കാൻ ഞാനും കൂടെ ചാടി. ഇപ്പൊ നമ്മൾ രണ്ടും പെട്ടു. നിങ്ങൾ ആരാ? എങ്ങനെ ഇവിടെ എത്തി? ഞാൻ അപ്പു. ഞാൻ കാത്തു. ആരാ? ഇതേതാ സ്ഥലം? ആഹാ, ഇവിടെ ആദ്യായിട്ടല്ലേ. ഞാൻ മിട്ടു. ഇത് എന്റെ നാടാ, കുറിഞ്ഞിക്കാട്. നിങ്ങൾ എവിടുന്നാ? ഞങ്ങൾ അടുത്തുള്ള ഗ്രാമത്തിലെയാ. ഒരു പരുന്താ ഞങ്ങളെ ഇവിടെ എത്തിച്ചത്. ആ പരുന്തിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടതാ ഞങ്ങള്. ഈ തേൻ കഴിച്ചോ, നിങ്ങളുടെ ക്ഷീണം മാറും. എന്തൊരു ഭംഗിയാകാത്തു ഈ കുറിഞ്ഞിക്കാട് കാണാൻ. ശരിയാ, മിട്ടുവിനെ ഞങ്ങളെ ഇവിടെയെല്ലാം കാണിക്കാമോ? ഞാൻ എപ്പോഴേ തയ്യാർ. പക്ഷേ നമ്മളിത്തിരി സൂക്ഷിക്കണം. ചിലരെയൊക്കെ പേടിക്കുകയും വേണം. ഞങ്ങൾ കളിക്കുന്നൊരു പുൽമേടുണ്ട്, നിറയെ കുറിഞ്ഞിപ്പൂക്കൾ അവിടെ. നമുക്കാദ്യം അങ്ങോട്ട് പോയാലോ? ദാ നോക്ക്, ഇപ്പൊ നീലക്കുറിഞ്ഞി പൂക്കുന്ന കാലമാ. എന്തൊരു ഭംഗിയാ! നീലമലകളോ? നമുക്കിവിടുന്ന് പോയാലോ? എന്തോ പ്രശ്നമുണ്ട്. ഓടിക്കോ, ചെന്നായാണ്. പൂക്കാട് ചെമ്പൻ. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോ, ഇല്ലെങ്കിൽ ചെമ്പന്റെ വായിലായത് തന്നെ. ഓടിക്കോ.
നിക്കടാ അവിടെ. കാത്തു, ഈ മരത്തിലേക്ക് കേറി വാ. അമ്മേ, രക്ഷപ്പെട്ടു കാത്തു. ചതിച്ചോ? അപ്പോ മിട്ടു മാളത്തിൽ കയറി രക്ഷപ്പെട്ടതാ. ഓ, ഇതായിരിക്കും ചിലരെയൊക്കെ സൂക്ഷിക്കണമെന്ന് മിട്ടു പറഞ്ഞത്. ശരിയാ. എന്താ കിട്ടു? എന്താ മുഖത്തൊരു വാട്ടം? ചേച്ചി എവിടെ? ചേച്ചി ഞങ്ങളെയും പറ്റിച്ച് അപ്പൂനെയും കൂട്ടി എങ്ങോട്ടോ കളിക്കാൻ പോയി. ഞങ്ങളെ കൂട്ടിയില്ല. ആഹാ, അവളിങ്ങ് വരട്ടെ, അമ്മ ചോദിക്കുന്നുണ്ട്. എന്നാലും കുഞ്ഞിനെ ഇട്ടിട്ട് ഇവരിതെവിടെ പോയി? കാത്തു, ഇനി എന്ത് ചെയ്യും? മിട്ടുവിനെ ചെമ്പം പിടിച്ചത് തന്നെ. നമുക്കാദ്യം സമാധാനമായിട്ടൊന്ന് ആലോചിക്കാം. എന്താ? ശരി, പക്ഷെ സമാധാനം കിട്ടണ്ടേ? ഏതായാലും ചെമ്പന് നമ്മളെ കാണാൻ കഴിയില്ല. നമുക്ക് കുറെ കൂടി മോളിൽ കയറി നോക്കിയാലോ? ആ, ശരി കാത്തു. നോക്കപ്പോ, ആ മാളത്തിനു മുകളിൽ ഒരു മരക്കൊമ്പ് ചാഞ്ഞു നിൽപ്പില്ലേ? അതില് തൂങ്ങിക്കിടക്കുന്ന വലിയ കായ കണ്ടോ? ആ, അതൊരു ചക്കയല്ലേ? അതിനെന്താ? അപ്പോ നമുക്ക് ആ ചക്ക മുറിച്ച് ചെമ്പന്റെ പുറത്തിട്ടാലോ? അത് കൊള്ളാം കാത്തു. ചക്കയ്ക്കാകുമ്പോ നിറയെ മുള്ളും കാണും. പക്ഷേ നമ്മളെങ്ങനെയാ പ്ലാവിലെത്തും? ഇവിടെ നിറങ്ങിയാൽ ഏതായാലും ചെമ്പൻ കാണും. അപ്പോ ഈ മരത്തിൽ നിന്ന് നേരെ ആ മരത്തിലേക്ക് ചാടാൻ പറ്റണം. നിനക്കതിന് കഴിയുമോ അപ്പു? ഞാനൊന്ന് നോക്കട്ടെ. പ്രയാസമാണ്, എന്നാലും പറ്റുമെന്ന് തോന്നുന്നു. അപ്പോ ഞാൻ മരത്തിൽ നിന്നിറങ്ങി ചെമ്പന്റെ ശ്രദ്ധ തിരിക്കാം. എന്നിട്ട് ചുറ്റിനും ഒരു വട്ടം ഓടി തിരികെ വരാം. നീ അപ്പോഴേക്കും അങ്ങ് എത്തണം. എന്നിട്ട് ചക്കയെ വീഴാൻ പാകത്തിന് കടിച്ചു മുറിച്ച് വെക്കണം. ചെമ്പൻ തിരികെ എത്തുമ്പോൾ ദേഹത്ത് തന്നെ വീഴ്ത്തണം. അപ്പോ ഞാൻ താഴേക്ക് ഇറങ്ങട്ടെ? കാത്തു, സൂക്ഷിക്കണേ. അപ്പോ നീയും സൂക്ഷിക്കണേ. നിന്നെയൊക്കെ എന്റെ കൈ കിട്ടും. അമ്മേ, അയ്യോ അയ്യോ, മാന ഒടിഞ്ഞു വീണേ. അയ്യോ, മിട്ടു, ഇറങ്ങി വാ. ചെമ്പൻ പോയി, ഇനി കുഴപ്പമില്ല. മിട്ടു, മിട്ടു, മിട്ടു. മിട്ടുവിനെ ആരെങ്കിലും പിടിച്ചാണോ? വേണ്ടാത്തൊന്നും വിചാരിക്കണ്ട അപ്പു. ആ, എന്തോ വെളിച്ചം കാണുന്നുണ്ട്. ആ, ശരിയാണല്ലോ. 3 വഴികളോ? മിട്ടു എങ്ങോട്ട് പോയി കാണും? ഇതാകെ കുഴഞ്ഞല്ലോ കാത്തു. മണം ഒന്നും അറിയാൻ കഴിയുന്നില്ലല്ലോ.
കാൽപ്പാട് വല്ലതും കാണുന്നുണ്ടോന്ന് നോക്കപ്പൂ. ഒന്നും കാണുന്നില്ലല്ലോ കാത്തു. നമുക്ക് ഈ വെളിച്ചം കാണുന്ന വഴിയെ പോയാലോ? ആ, എനിക്കും അതാ തോന്നുന്നേ. അയ്യോ കാത്തു, ഇതെന്താ? എനിക്ക് പേടിയാവുന്നു. എനിക്കും. നമുക്ക് മുന്നോട്ട് പോണോ അപ്പു? അയ്യോ അമ്മേ, അപ്പു തറയിൽ കിടന്നോ? രക്ഷപ്പെട്ടു കാത്തു. അവര് നമ്മളെ ഒന്നും ചെയ്തില്ല. ആ ശരിയാ, വാ അപ്പു നമുക്ക് പോവാം. അയ്യോ അപ്പു നോക്ക്, ആ പരുന്ത്. അയ്യോ അപ്പു, നമുക്ക് ആ ഗുഹയിലേക്ക് തന്നെ തിരിച്ചു പോകാം. ആഹാ, അപ്പൊ നിങ്ങൾ ഈ ഗുഹയ്ക്കകത്തായിരുന്നല്ലേ? അപ്പു ഇനി തിരിഞ്ഞോട് വേഗം. ഹായ് മിന്നാമിനുകൾ. ഹേ, നിങ്ങൾക്കറിയാമോ മിട്ടു എങ്ങോട്ട് പോയിന്ന്? മുയൽക്കുട്ടിയോ? ചിലപ്പോൾ അവൻ കാട്ടിലെ ഭക്ഷണശാലയിലുണ്ടാവും. ആ, അതിന് താഴത്തോടെ പോയാ മതി. ഞങ്ങൾ കുറച്ചു ദൂരം വഴി കാട്ടിത്തരാം. ആ വഴി നല്ല ഇരുട്ടാ. വലിയ ഉപകാരം. നേരത്തെ ഞങ്ങൾക്ക് വഴി തെറ്റിയതാ. ഇനി ഞങ്ങൾ പോട്ടെ. ആ വെളിച്ചം കാണുന്നതാ ഭക്ഷണശാല. എനിക്ക് വിശക്കുന്നപ്പൂ. എനിക്കാണെങ്കിൽ വിശന്നിട്ട് സഹിക്കാൻ വയ്യ. അപ്പൊ നിങ്ങൾ ഇങ്ങ് എത്തിയോ? അപ്പം വിട്ടുവിന് ഈ വഴി അറിയായിരുന്നോ? പിന്നല്ലാതെ ഇത് ഇവിടേക്കുള്ള വഴി തന്നെയാ. ഞാൻ നിങ്ങളെ കൂട്ടാൻ തിരിച്ചു വന്ന് മാളത്തിന് പുറത്തിറങ്ങാൻ നോക്കി. അപ്പൊ വീണ്ടും ചെമ്പനെ ഞങ്ങൾ ഓടിച്ചു. ചെമ്പൻ ജീവനും കൊണ്ട് ഓടിയില്ലേ? അതെങ്ങനെ? നിങ്ങളെ സമ്മതിക്കണം. വാ വാ, നിങ്ങൾക്ക് എന്റെ അച്ഛനും അമ്മയും കാണണ്ടേ? അച്ഛാ, അമ്മേ, ദാ ഇതാണ് ഞാൻ പറഞ്ഞ കൂട്ടുകാർ, കാത്തും അപ്പും. അവർ ചെമ്പനെ ഓടിച്ചോന്ന്. അത് കൊള്ളാലോ. ആഹാ, മിടുക്കന്മാർ. നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ? എന്നാലേ ഇവർക്കിഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കൊടുക്കുമിട്ടു. നിങ്ങളുടെ അച്ഛനും അമ്മയും ഒക്കെ ഇപ്പൊ തിരക്കുന്നുണ്ടാവുമല്ലോ. എപ്പോഴാ ഇനി വീട്ടിലേക്ക് പോകുന്നേ? പോണം, പക്ഷെ ഞങ്ങൾക്ക് വഴിയറിയില്ല. വഴിയറിയുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടാവോ? ആ, അത് ശരിയാ. ഞാനൊന്ന് നോക്കട്ടെ. പച്ചച്ചക്കയാണല്ലോ. ഓ, അപ്പൊ ഈ ചക്ക അവന്മാർ എന്റെ ദേഹത്ത് മുറിച്ചിട്ടതാണല്ലേ. ശരിയാക്കി തരാൻ ഞാൻ രണ്ടിനെയും. ഒട്ടും സമയം കളയാനില്ല. ജിണ്ടനാണെങ്കിൽ ക്ഷമ തീരെയില്ല, അറിയാലോ. ജിണ്ടനുള്ളത് കൊടുത്തിട്ട് പോടേ. അങ്ങനെ പോരട്ടെ. ഇതിനെന്തിത്ര താമസം? ഇവര് ചുണ്ടന്റെയും ചുണ്ടന്റെയും ബന്ധുക്കളായിരിക്കോ? അറിയില്ല കാത്തു. അല്ല, വലിപ്പം ഉണ്ടെങ്കിലും ഇവർ എലികൾ തന്നെയല്ലേ. നമ്മൾ എന്തിനാ പേടിക്കുന്നേ? പക്ഷെ കണ്ടിട്ട് പേടിയാവുന്നു. എനിക്കെന്തോ അത്ര പേടി തോന്നുന്നില്ല അപ്പു. കാത്തുവിനോടാണ് കളി. കാത്തു, നിനക്കെന്താ വട്ടായോ? എടുക്ക.
പ്രതിസന്ധികളിൽ ഒരിക്കലും തളരരുത്. ശത്രുവിനെ ഒരിക്കലും ഭയക്കരുത്. അങ്ങനെ വേണം മോളെ ധൈര്യശാലിയായ ഒരു പൂച്ചയായി നീ വളരേണ്ടത്. ആരടാ നീ? അത്രയ്ക്കായോടാ? നിനക്ക് വേണ്ടത് ചിണ്ടൻ നേരിട്ട് തരും. തന്നിരിക്കും. ഇതാണോ പല്ലൻ ചിണ്ടൻ? അയ്യോ, ഇനി രക്ഷയില്ല. ഓടിക്കോ. കാത്തു, കാത്തു. ഇനി കാത്തുവാ ഞങ്ങളുടെ നേതാവ്. ഞങ്ങക്ക് പണ്ടേ കാത്തു തന്നെയാ നേതാവ്. അയ്യോ അമ്മേ, കാത്തു. ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ല. വരയൻ മാക്കൻ. എന്നെ അറിയാത്തവരായി ഈ കുറിഞ്ഞിക്കാട്ടിൽ ആരുമില്ല. സത്യം പറ, നിങ്ങൾ ആരാ? എന്തിനിവിടെ വന്നു? ഞാൻ കാത്തു. ഇത് അപ്പു. ഞങ്ങളെ റാഞ്ചിയ ഒരു പരുന്തിൽ നിന്ന് രക്ഷപ്പെട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഞങ്ങൾക്ക് വീട്ടിലേക്കുള്ള വഴി അറിയില്ല. ഞങ്ങളെ വെറുതെ വിടണേ. ഞാനിത് വിശ്വസിക്കണമല്ലേ? ഇതൊന്നും ഇവിടെ നടക്കില്ല. മര്യാദയ്ക്കുള്ളത് പറയടാ. അയ്യോ, അയ്യോ അപ്പു, ഓടിക്കോ. ഇനി ഇവിടെ നിക്കണ്ട. ആ ശരി കാത്തു. അപ്പോ അതാ പല്ലച്ചണ്ടനും കൂട്ടരും അല്ലേ? ആ ശരിയാ കാത്തു. എടുക്കെടുക്ക. ഏയ് ജിണ്ടാ. അല്ല, മഴ പെയ്യുന്നു, നല്ല ഇടിയും ഉണ്ട്. നിങ്ങൾ ഇങ്ങോട്ട് കയറി നിന്നോ. ഏയ്, മഴ സാരമില്ല. ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോകാനുണ്ട് അല്ലേ? അതെ അതെ. നേരം സന്ധ്യയായല്ലോ. ശോ, ദേ മഴയും വരുന്നു. കാത്തു ഇനി ഇങ്ങെത്തിയില്ലല്ലോ. വാരണ്ട, എവിടെയെങ്കിലും പോട്ടെ. കിട്ടും, ഇങ്ങനെയാണോ പറയേണ്ടത്? ഇനി അവർക്ക് എന്തെങ്കിലും പറ്റിയോ? ആ, അതെങ്ങനെ? നീ അപ്പോഴേ ഇങ്ങി പോന്നില്ലേ? അമ്മേ,
കളിച്ചപ്പോ കണ്ടന് പന്ത് കൊണ്ട് ഒരു ഏറ് കിട്ടി. അപ്പൊ കണ്ടൻ ഞങ്ങളെ എല്ലാം ഓടിച്ചു. പിന്നീടാണ് ചേച്ചിയും അപ്പൂനെയും കാണാതായത്. ദേ, നിങ്ങളിത് കേട്ടോ? ഇവര് കണ്ടനുമായി വഴക്കിട്ടെന്ന്. ഇനി ആ കണ്ടൻ പിള്ളേരെ ഉപദ്രവിക്കാൻ പറ്റോ ചെയ്തോ? ശോ, എനിക്ക് പേടിയാവുന്നു. എന്താ കിട്ടു, നീ ഇതൊന്നും നേരത്തെ പറയാത്തത്? ഞങ്ങൾ അവിടെ ഒക്കെ അവരെ തെരഞ്ഞു, പക്ഷെ കണ്ടില്ല. ചേച്ചി ആയിരിക്കും. കാത്തു അപ്പുവൊക്കെ ഇങ്ങ് എത്തിയായിരുന്നോ? ഇല്ലല്ലോ, ഞങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങുകയായിരുന്നു. കണ്ടൻ അവരെ കണ്ടിരുന്നോ? അയ്യോ രക്ഷിക്കണേ, അയ്യോ. ആരോ നിലവിളിക്കുന്നു. നമുക്കൊന്ന് പോയി നോക്കിയാലോ അപ്പു? വേണ്ട കാത്തു, ചിലപ്പോ നമ്മളെ ഉപദ്രവിച്ച ആ മാക്കനായിരിക്കും. നമുക്കിവിടുന്ന് രക്ഷപ്പെടാം. അപ്പു, ശത്രു ആണെങ്കിലും അപകടത്തിൽപ്പെട്ടവരെ സഹായിക്കേണ്ടതല്ലേ? ഇനി വേറെ ആരെങ്കിലും ആണോ? ഏതായാലും നമുക്കൊന്ന് പോയി നോക്കാം. അയ്യോ. നിങ്ങൾ എത്ര നല്ല മനസ്സുള്ളവരാ. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഇനി വീട്ടിലെത്താൻ ഞാൻ നിങ്ങളെ സഹായിക്കും. ഓ, അയ്യോ, ദേഹം നല്ല വേദന. ഇനി ആ ലാടന്മാരുടെ മരുന്ന് പുരട്ടിയാലേ സുഖമാവൂ. ലാടന്മാരോ? മുള്ളുവാണ്ടി ചേട്ടനും കീരിശെൽവൻ ചേട്ടനുമാണോ? അതെ, അവരെ നിങ്ങൾക്കെങ്ങനെ അറിയാം? അവര് മരുന്ന് വിൽക്കാൻ ഞങ്ങളുടെ നാട്ടിലും വരാറുണ്ട്. ആ, എന്നാലിനി പ്രശ്നമില്ല. നിങ്ങളുടെ നാട്ടിലേക്കുള്ള വഴി അവർക്കറിയാമായിരിക്കും. നമുക്ക് അവരെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാം. അപ്പോ ആ കുഞ്ഞിന്റെ അമ്മേനെ തിരികെ വരുമോ? എന്നാ പിന്നെ നമ്മുടെ കഥ അതോടെ തീർന്നു. എന്നാലും നമുക്കവനെ ഇങ്ങനെ വിട്ടിട്ട് പോവാൻ പറ്റുമോ? പക്ഷേ ദേ, ഒരു വള്ളി. അത് മതി, അത് മതി. കുഞ്ഞേ, അതിൽ പിടിച്ച് കയറി വാ. ഞങ്ങളിവിടെ പിടിച്ചിട്ടുണ്ട്. പേടിക്കേണ്ട, കേറി വാ. അയ്യോ അമ്മേ. എന്താ നിന്റെ പേര്? വാവ. നിങ്ങൾ ആരാ? ഞാൻ അപ്പു. ഞാൻ കാത്തു. എന്തിനാ പേടിക്കുന്നേ? അമ്മ ഏതായാലും ഇങ്ങെത്തും. അതുവരെ ഞങ്ങൾ വാവയെ നോക്കിക്കോളാം. പക്ഷെ അമ്മയോട് പറയണം ഞങ്ങൾ വാവയുടെ കൂട്ടുകാരാണെന്ന്. അപ്പ ശരിക്കും നിങ്ങൾ കൂട്ടുകാരല്ലേ? ആണല്ലോ. ആ
ചെമ്പനോട് കൂടിയാലൊന്നും നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. രണ്ടിനെ ഞാൻ നോക്കി നടക്കുകയായിരുന്നു. നിങ്ങൾ ചെമ്പനോട് ചെയ്തത് എന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ. ഞാനേതായാലും മറന്നിട്ടില്ല. അയ്യോ 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 ആരടാ എന്നെ കുത്തിയത്? അയ്യോ അമ്മ. എവിടാ മറ്റവൻ? വാവേ, ഇനി നീ ഇവിടെ നിൽക്കണ്ട. എത്രയും പെട്ടെന്ന് അമ്മയുടെ അടുത്തേക്ക് പൊക്കോ. അതാ വാവേ നല്ലത്. പക്ഷേ ഞാനിങ്ങനെ പോകും? അമ്മയും ചേട്ടനൊക്കെ പോയ വഴി എനിക്ക് അറിയില്ലല്ലോ. അമ്മ ഇങ്ങനെ വരുമായിരിക്കും, അതല്ലേ നല്ലത്. അല്ലെങ്കിൽ ചെമ്പ നിങ്ങളെ പിടിക്കില്ലേ? ഭാവി, ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ ഇനി ഒരു പ്രയാസവുമില്ല. പക്ഷേ മുള്ളുവാണ്ടി ചേട്ടനെ ഇട്ടിട്ട് പോകാൻ ഞങ്ങൾക്ക് കഴിയില്ല. നിനക്ക് അമ്മയുടെ മണം പിടിച്ചു പോകാമല്ലോ. ഭാവി, നീ ഓടിക്കോ. അയ്യോ അമ്മ. എന്നമ്മോ, അയ്യോ, ഓ, എന്റെ അമ്മോ. ആ, നിങ്ങളാണോ വാവയെ രക്ഷിച്ച കൂട്ടുകാർ? മിടുക്കന്മാരാ നിങ്ങള്. അല്ലെങ്കിൽ ചെമ്പനോട് ഇത്രയും നേരം പിടിച്ചു നിൽക്കാൻ കഴിയോ? கடுவாம சீக்கிரம் எத்தியது தானே ரக்ஷா. இல்லாம செம்பன் நம்மளை எல்லாமே சாப்பிடுமாயிருந்து. ஆமா, ഈ കുളന്തകളുടെ അപ്പാവും അമ്മാവും താനേ ഞങ്ങളെ இந்த இடத்துல വിട്ടത്. ഇനി ഇവരെയും കൊണ്ട് സീക്രമാ തിരുമ്പി പോകണം അമ്മ. ഓ, അപ്പോ നിങ്ങൾ ഇവരെ തിരക്കി വന്നതാണല്ലേ? എന്നാ എളുപ്പം പുറപ്പെട്ടോ. ഇരുട്ടാവുന്നതിന് മുൻപ് കാടിറങ്ങണം. ആമാ, അത് ശരിതാനേ. കാത്തു, അപ്പു, വാങ്ങോ വാങ്ങോ. വാവേ, ഞങ്ങൾ പോട്ടെ. ഇനിയും വരാമേ. ഇനി പിന്നെ കാണാം.